അസാധാരണമായ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന് വിദഗ്ധ ചികിത്സ വേണമെന്ന് മെഡിക്കൽ ബോർഡ്. ഏത് നിമിഷവും കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മെഡിക്കൽ ബോർഡ് കുടുംബത്തെ അറിയിച്ചു. എന്നാൽ തുടർ ചികിത്സയിൽ ആരോഗ്യവകുപ്പ് ഇതുവരെ ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ളൊരു തടസ്സത്തിനാണ്. ആ തടസ്സവുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. കുഞ്ഞിൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന സ്രവം തലച്ചോറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ ഒരു കാരണവശാലും നേരെ കിടത്തരുത്, കമഴ്ത്തിയോ അല്ലെങ്കിൽ ചരിച്ചോ കിടത്താവുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാർഡിയോളജി, അസ്ഥി, ENT എല്ലാ ഡോക്ടർമാരുമായിട്ട് സംസാരിച്ച് അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു 6 മാസം 4 വയസ്സ് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം റിക്കവർ ആകുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ റിക്കവർ ആകുമെന്ന് പറയുന്ന ഇവർ തന്നെ ഇനി നാളെ തിരിച്ചു പറയും ഏജ് ആയിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹാർട്ടിന് ശസ്ത്രക്രിയ വേണമെന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വണ്ടാന ആശുപത്രിയിൽ നിന്ന് ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇതുവരെ നമുക്ക് നടന്നിട്ടില്ല. ഈ കുഞ്ഞിൻ്റെ ഈ വൈകല്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചികിത്സയും നടന്നിട്ടില്ല. ഇത് സർക്കാർ ആശുപത്രിയിൽ നടക്കത്തില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ വിദഗ്ധമായ ചികിത്സ എവിടെയാണോ അങ്ങോട്ട് തന്നെ വിടണം. സർക്കാർ ഇത് ഏറ്റെടുത്തിട്ടുമില്ല, സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ കുഞ്ഞിന്റെ ലിംഗനിർണയം പോലും നടത്താൻ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കാൻ നേരത്തെ ആശുപത്രി അധികൃതർക്ക് പറ്റിയിരുന്നില്ല. മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ കുഞ്ഞ് ആൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കുകയും ബോധ്യപ്പെടുത്തുകയും പിന്നീട് ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി ഡോക്ടർമാർ പറഞ്ഞത് കുഞ്ഞ് വളർന്ന ശേഷം കാലിന് വിദഗ്ധ ചികിത്സ വേണം, കുഞ്ഞിന് ഇപ്പോഴും ശ്വസിക്കാൻ പ്രയാസമുണ്ട്, പക്ഷെ നേരെ കിടത്തിയാൽ അത് ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന് പറയുമ്പോഴും പക്ഷേ ഈ ചികിത്സ സർക്കാർ ഏറ്റെടുക്കാൻ, ആരോഗ്യവകുപ്പ് അത് ഏറ്റെടുക്കാനോ അതിന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അത്തരം ചികിത്സ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്താനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ ദിവസം ചേർന്നാണ് ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കുടുംബത്തെ അറിയിച്ചത്. ഏത് നിമിഷവും കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. നിലവിൽ ഈ ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കുടുംബം എത്തിയിരിക്കുന്നത്. കുഞ്ഞിന് ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്ത പ്രായങ്ങളിൽ വിദഗ്ധ ചികിത്സ വേണമെന്നത് കൂടിയാണ് പ്രശ്നമായിട്ട് വരുന്നത്. കുഞ്ഞിന്റെ ഈ അസാധാരണമായിട്ടുള്ള വൈകല്യം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ പ്രയാസങ്ങൾ കുടുംബം നേരിടുകയാണ്. പക്ഷേ ഇനിയും സർക്കാർ ഈ രീതിയിൽ ഇവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ഒരു ആക്ഷൻ കൗൺസിൽ ഇവർ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ നേതൃത്വത്തിൽ ഒരു സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. SKN.